Watch India's largest kids library only on Jio Hotstar. Download the app now. അതെ ഇതെന്താ ബെസ്റ്റ് ഐ ക്ലിനിക്കോ? ഇതെന്താണ്? അതെ വലിയേട്ടാ, ഈ ഐ ക്ലിനിക് എപ്പോഴാണ് തുറന്നത്? ചേട്ടാ മോട്ടു എന്റെ ചങ്കേന്റെ ബ്രോ, ഞാൻ ആദ്യം തൊട്ടേ ഡോക്ടർ അല്ലേ. ഞാൻ പെർഫെക്റ്റ് ഐ സൈറ്റിന് വേണ്ടി ഞാൻ പുതിയതായിട്ട് കുറെ മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ഐ ക്ലിനിക് തുടങ്ങിയത്. ഞാനിപ്പോൾ കുറെ സാധനങ്ങൾ എടുത്തിട്ട് വരാൻ വേണ്ടി ലാബിലേക്ക് പോവുകയാണ്. നിങ്ങൾ ഈ ക്ലിനിക്കിൽ ഇരിക്കുക. ആരെങ്കിലും പേഷ്യന്റ് വന്നാൽ നിങ്ങൾ അവരെ കുറച്ചു നേരം ഇരിക്കാൻ പറ. പൊളിച്ചെടുത്തല്ലോ, ഞങ്ങൾ അല്പസമയത്തിനകം തിരിച്ചു വരാട്ടാ. ആദ്യത്തെ ദിവസം തന്നെ പേഷ്യന്റിനെ തിരിച്ചു പോകാൻ അനുവദിക്കരുത്. അതേ ഡോക്ടർ ജഡ്ക, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. പേഷ്യൻസ് ആരെങ്കിലും വന്നാലേ ഞങ്ങൾ അവരെ പിടിച്ചു നിർത്തിക്കോളാം. ഞങ്ങളിതാ ഇപ്പൊ വരാം. ദേ പോയി ദാ വന്നു. കൊള്ളാലോ, ഇത് അടിപൊളിയാണല്ലോ. അടിപൊളി, എന്ത് നല്ല ക്ലിനിക്കാണ് വലിയേട്ടൻ ഉണ്ടാക്കിയത്. ഹലോ, ഒരു ചെറിയ സംശയം പത്തലു. ഇപ്പോഴേ ഏതെങ്കിലും പേഷ്യന്റ് വന്നാൽ നമ്മൾ അവരോട് എന്താ പറയാ? അവരടുത്ത് ചെന്നിട്ട് ഡോക്ടർ ഇപ്പൊ വരും എന്ന് പറയണോ? എന്ന് പറഞ്ഞാൽ ആരും നിക്കില്ല. അപ്പൊ നമ്മൾ ഡോക്ടറുടെ വേഷം ഇട്ടിട്ട് പേഷ്യന്റിനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. വെറും ഒരു ആക്ടിങ് മാത്രം. അപ്പോഴത്തേക്കും വലിയേട്ടൻ വരും. സിമ്പിൾ. ഇത് നല്ലത് ഐഡിയ തന്നെയാ. പക്ഷെ നമ്മൾ ചെക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ആവുമ്പോ അവര് കുറച്ചു സമയം കൂടെ ഇവിടെ ഇരുന്നോളൂ. വരൂ, നമുക്ക് പോയി ഡോക്ടറിന്റെ കോട്ട് എടുത്തിടാം. ഡോക്ടർ സാറ്, ഒന്ന് എന്റെ കണ്ണൊന്ന് ചെക്ക് ചെയ്യോ? എന്തോ കുറച്ച് ഇങ്ങനെ മങ്ങല് പോലെയൊക്കെയാ തോന്നണേ. അതിനെന്താ, ഇരുന്നോളൂ, ഞങ്ങൾ ചെക്ക് ചെയ്യാം. എന്താന്ന് വെച്ചാ, ലാസ്റ്റ് ടൈം ഞാൻ ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോ അദ്ദേഹം എന്റെ കണ്ണിൽ ഏതോ മരുന്നൊക്കെ എന്തോ ഒഴിച്ചിട്ട് കുറച്ചു നേരം ഇരിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് കണ്ണൊക്കെ ചെക്ക് ചെയ്തത്. അതെ, ഞങ്ങൾ അത് തന്നെയാണ് ചെയ്യാ. നിങ്ങൾ വന്നിരിക്കൂ, ഇരിക്കൂ. ഓഹോ, ഇതിൽ മരുന്ന് വളരെ കുറവാണല്ലോ. ഇപ്പൊ എന്താ ചെയ്യാ? ഈ ബോട്ടിൽ നിറച്ചുണ്ടല്ലോ. അതേ മോട്ടു, നീ എന്താ ചെയ്യുന്നത്? എന്റെ ഡോക്ടറെ, എന്താ ഈ കണ്ണിൽ ഒഴിച്ചത്? ഓ, വല്ലാണ്ട് നീറുന്നുണ്ടല്ലോ. ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞു അത് കണ്ണിൽ ഒഴിക്കരുതെന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞ നീ കേട്ടില്ലല്ലോ. സോറി, തെറ്റുപറ്റിപ്പോയി. ഒരു ബോട്ടിൽ മരുന്ന് തീർന്നപ്പം മറ്റേ ബോട്ടിലെ മരുന്നെടുത്ത് അതിന്റെ കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചു പോയതാണ്. എല്ലാം ശരിയാവുന്നേ, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളുടെ കമന്ററി ഒന്നും നിർത്തണുണ്ടോ? ഏതോ വ്യാജ മരുന്നായിരിക്കും ഒഴിച്ചത്. ഇതിന് നല്ലത് ഞാൻ നേരത്തെ ഇരുന്ന പോലെ ഇരിക്കുന്നതായിരുന്നു. ഇനിയിപ്പോ നിങ്ങളെ ഞാൻ വെറുതെ വിടൂല. നിങ്ങള് രണ്ടുപേരും വ്യാജ ഡോക്ടേഴ്സ് ആണ്. നിങ്ങൾ എന്റെ ജീവിതം തൊലയ്ക്കാൻ നോക്കുകയായിരുന്നു. എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നല്ലേ? അല്ല, ഇതെന്ത് പറ്റി? ഈ ഭിത്തിയുടെ പുറത്തോട്ട് വരെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദാ നോക്കിക്കേ, ഒരു മഞ്ഞക്കാർ ഇവിടുന്ന് അങ്ങോട്ട് പോണുണ്ട്. അവിടുന്ന് ഒരു ചുമലക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതൊരു വല്ലാത്ത അത്ഭുതമാണല്ലോ. പത്തുലു, അയാള് പറഞ്ഞതുപോലെ യെല്ലോ കാറും റെഡ് കാറും ഒക്കെ പോകുന്നുണ്ട്. ഇതെന്താ? ഇതൊരു അത്ഭുതം തന്നെയാണല്ലോ. ശരിയല്ലേ? താങ്ക് യു ഡോക്ടർ സാറ്. നിങ്ങളൊരു വലിയ അത്ഭുതമാണല്ലോ ചെയ്തത്. ഇനി ഞാൻ വേൾഡ് ഫേമസ് ആകുമേ. ഇനി നമ്മൾ വേൾഡ് ഫേമസ് ഐ സ്പെഷ്യലിസ്റ്റ് ആവാൻ പോവുകയാണ്. അതേ മോട്ടു, ശരിയാ. നീ ഇന്ന് വലിയൊരു അത്ഭുതം തന്നെയാ കാണിച്ചത്. എന്നാ നിനക്ക് ഓർമ്മയുണ്ടോ നീ അതിന്ന് ഏത് മരുന്നെടുത്ത് അയാളുടെ കണ്ണിൽ ഒഴിച്ചതെന്ന്? ഞാനെടുത്തത് ഇത് അല്ലല്ല. ഇത് തന്നെയാണ് ഞാൻ എടുത്തൊഴിച്ചത്. അല്ലല്ല, എനിക്ക് തോന്നുന്നത് ഇതാണെന്നാ തോന്നുന്നത്. അല്ല, ഇതാണോ? എന്റെ അമ്മോ ഡോക്ടറെ, ഞാനൊരു കാര്യം അറിഞ്ഞു. കണ്ണിലൊഴിക്കാൻ നിങ്ങളുടെ അടുത്ത് ഒരു മരുന്നുണ്ടത്രേ. അത് ഒഴിച്ചാൽ കണ്ണുകൾ മെഷീനെ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങും. ചുമരിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത് എല്ലാം കാണാൻ സാധിക്കുമത്രേ. തരൂ. അത് ഈ ചിങ്കം സാർ ഇപ്പൊ എവിടെന്നാ കയറി വന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഡോക്ടർ ജഡ്ക, എന്റെ കണ്ണുകളിലും അതേ മരുന്ന് തന്നെ ഒഴിക്കാൻ
ക്ഷമിക്കണം. കള്ളന്മാർ എന്റെ കണ്ണ് വെട്ടിച്ച് ഓടി രക്ഷപ്പെട്ട് പോവാണേ. ഒറ്റ തവണ ഈ മരുന്നൊഴിച്ച് എന്റെ കണ്ണിന്റെ കാഴ്ച ശരിയായി കഴിഞ്ഞാൽ പിന്നെ ഒരു കള്ളന്മാർക്കും എന്റെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഐ എം റെഡി. മരുന്ന് ഒഴിച്ചോളൂ. വരൂ വരൂ, നിങ്ങൾ അവിടെ കിടന്നോളൂ സർ. ചിങ്കം സാർ, മോട്ടു വേഗം ആലോചിച്ചെടുക്ക്. അത് ഏത് മരുന്നാണെന്ന് ആലോചിക്കേ. ഇതായിരുന്നു അല്ല, കുറച്ചുള്ള മരുന്നിലാണല്ലോ ഞാൻ മിക്സ് ചെയ്തത്. ഫൈനൽ ഇതും പിന്നെ ഇതും തന്നെയായിരുന്നു. ഇതും കൂടെ ഒഴിച്ചേക്കാം. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്യുകയാണ്. മരുന്ന് തയ്യാറായി. ഇനി മരുന്നൊറ്റിക്കാൻ പോവുകയാണ്. കണ്ണു തുറക്കൂ, കണ്ണു തുറക്കൂ. ഇപ്പൊ എന്ത് തോന്നുന്നു ചിങ്കം സാർ? ഒരു കാര്യം ചെയ്യോ, കുറച്ചു നേരം നിങ്ങൾ അങ്ങനെ തന്നെ കിടന്നോളൂ. ഇനി നിങ്ങൾ പതുക്കെ പതുക്കെ നിങ്ങളുടെ കണ്ണുകൾ തുറക്കൂ. തുറന്നോളൂ സാർ. എന്റെ അമ്മോ ഡോക്ടറെ, നിങ്ങൾ ആ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യേ. എനിക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. കൂര ഇരുട്ടാണല്ലോ. അതെ മോട്ടു, നമ്മുടെ പണി കഴിഞ്ഞെന്നാ തോന്നുന്നത്. ചിങ്കം സാറിന് ഇനി ഒരിക്കലും ഒന്നും കാണാൻ പറ്റില്ലെന്നാ എനിക്ക് തോന്നുന്നത്. എന്റെ അമ്മോ ഡോക്ടറെ, നിങ്ങൾ വേഗം 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 ആ ലൈറ്റിന്റെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യൂ. എനിക്കിനി കാത്തിരിക്കാൻ കഴിയില്ല. ലൈറ്റ് ഓൺ ചെയ്യൂ പ്ലീസ്. ഐഡിയ. അതെ സർ, ഞങ്ങളുടെ ക്ലിനിക്കിന്റെ ബൾബ് ഫ്യൂസ് ആയിരിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളെ പുറത്തു വരെ വിട്ടിട്ട് വരാം. വരൂ വരൂ സർ. എന്റെ അമ്മോ ഡോക്ടറെ, നിങ്ങൾ എന്നെ ഇരുട്ടിലാക്കിട്ട് എങ്ങോട്ടായി പോയി കളഞ്ഞത്? ലൈറ്റ് വേഗം ഓൺ ചെയ്യൂ. സോറി ചിങ്കം സാർ, വെരി സോറി. ഈ ശബ്ദം ഞാൻ വേറെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. നല്ല പരിചയമുള്ള ശബ്ദം. ആരാണ് നിങ്ങൾ? ചിങ്കം സാർ, ഞങ്ങളോട് ക്ഷമിക്കൂ. സംഭവം എന്താന്ന് വെച്ചാൽ എന്റെ അമ്മ മോട്ടു, നിങ്ങൾ എന്റെ കണ്ണുകൾ വെച്ചിട്ടാണ് കളിച്ചിരിക്കുന്നത്. വിടില്ലേ ഞാൻ. ഇന്ത്യ നിയമമാണ് സത്യം. ഇതെന്താണ്? നിക്ക്, എനിക്കിപ്പോ എല്ലാം നന്നായിട്ട് കാണുന്നുണ്ട്. എന്റെ കാഴ്ച എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഒരു എയർപ്ലെയിൻ കാറ്റിൽ പറന്നുകൊണ്ടിരിക്കുന്നു. അതിനകത്തൊരു സുന്ദരിയായ ഹെയർ ഹോസ്റ്റസ് അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്റെ അമ്മോ മോട്ടു പത്ലു, നിങ്ങൾ ശരിക്കും കലക്കി കേട്ടോ. എനിക്കിപ്പോ ആകാശത്തിൽ പറക്കുന്ന എയർപ്ലെയിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നു. ഇനി ഒരു കള്ളനും എന്റെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. Why fear when Chingam is here? Yeah. കണ്ടില്ലേ ചിങ്കം സാറേ, ഞങ്ങളുടെ മരുന്നിന്റെ പവർ. താങ്ക് യു മോട്ടു പത്ലു. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. എന്റെ അമ്മോ, ഇതാ ജോൺ വരുന്നുണ്ട്. എനിക്ക് അവനെ പിടിക്കണം. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഒളിഞ്ഞിരിക്കട്ടെ. ഡോക്ടർ സാർ, എന്റെ ദുഃഖം എന്ന ഉറക്കത്തിൽ നിന്നും എന്നെ രക്ഷിക്കണം സാർ. അങ്ങനെയൊന്നും ഇല്ലല്ലോ. എനിക്ക് തോന്നുന്നത് നിങ്ങൾ തെറ്റായ സ്ഥലത്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തെറ്റ് എപ്പോഴും എന്റേത് മാത്രമായിരിക്കോ ഡോക്ടർ സാർ. അതുകൊണ്ട് ഞാൻ കക്കാൻ പോകുമ്പോൾ അവസാന സമയത്ത് എന്റെ കണ്ണിൽ നിന്നും വെള്ളം കോരി ഒഴിക്കേണ്ടി വരും ഡോക്ടർ സാർ. എന്റെ കണ്ണിൽ നിന്നും വെള്ളം അങ്ങനെ ടാപ്പ് തുറന്നു വിട്ട പോലെ ഓടും ഡോക്ടർ സാർ. അതെന്താ അങ്ങനെ? ഞങ്ങൾ കള്ളന്മാരെ ചികിത്സിക്കാറേയില്ല. പൊയ്ക്കോളൂ. ഓ, നിങ്ങൾ ഡോക്ടേഴ്സ് ആണ്, പോലീസ് അല്ല. നിങ്ങൾ എനിക്ക് ഉറപ്പായിട്ടും ട്രീറ്റ്മെന്റ് ചെയ്യണം. ഇതെന്റെ റൈറ്റ്സ് ആണ്. നിങ്ങൾ ഇൻസ്പെക്ടർ ചിങ്കം സാറിനെ പോലെ ബിഹേവ് ചെയ്യല്ലേ. ആള് ഒരു നാടകക്കാരനാണ്. ഈ ജോലിക്കൊന്നും ആളുടെ കഴിവ് പോരാ. ആള് വല്ല നാടകത്തിൽ അഭിനയിക്കാൻ പോയാ മതിയായിരുന്നു. നന്നായിട്ട് സംസാരിക്കാൻ മാത്രം അറിയാം. എന്റെ അമ്മോ, ഇതാരാ ഇപ്പൊ പറഞ്ഞത്? ഇത് ചിങ്കം സാറിന്റെ ശബ്ദമല്ലേ? ആൾ ഇവിടെ തന്നെയുണ്ടോ? അതെ, ഇല്ല ഇല്ല. ചിങ്കം സാർ എങ്ങനെ ഇവിടെ വരാനാ? നീ അദ്ദേഹത്തിനെ കുറിച്ച് ആലോചിക്കുന്നോണ്ടായിരിക്കും വീണ്ടും വീണ്ടും അദ്ദേഹത്തിന്റെ ഓർമ്മ ഞാൻ വരുന്നത്. ഇനിയൊരു കാര്യം കൂടി പറയട്ടെ, കേൾക്ക്. ചിങ്കം സാറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി രണ്ട് മണ്ടന്മാരുണ്ട്. അവരുടെ പേരാണ് മോട്ടു പിന്നെ പത്ലു. അവരും ഒരു ജോലിയും ചെയ്യില്ല. ദിവസം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കും. വേറെ ഒന്നും അറിയില്ല അവന്മാർക്ക്. മണ്ടന്മാർ. മോട്ടുവിന് സമോസ ഒഴിച്ച് വേറെ ഒന്നും അറിയില്ല. പിന്നെ പത്ലുവിന് സംശയിക്കാൻ മാത്രമേ സമയമുള്ളൂ. വേറെ ഒന്നും അറിയില്ല അവന്. അവന്മാരുടെ ജോലി വിട്ടിട്ട് എന്നെ പോലത്തെ പാവം കള്ളനെ പിന്തുടരുക മാത്രമാണ് അവരുടെ ജോലി. ഇപ്പൊ മാത്രം അവന്മാരെ എന്റെ കൺമുന്നിൽ വന്നാൽ അവന്മാരെ ഞാൻ ഇങ്ങനെ 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 ഇട്ട് ചതച്ച് താഴെ ഇട്ട് എന്റെ കാല് കൊണ്ട് ഞാൻ ഞെക്കി അവന്മാരെ ഞാൻ ഇല്ല. മോട്ടു പത്ലു, ഇതെന്താ? നിങ്ങളാണോ ഇവിടെ ഡോക്ടേഴ്സ് ആയിട്ടുള്ളത്? ഞാൻ അവിടെ നിൽക്ക് ജോണ്. അയ്യോ, എന്നെ രക്ഷിക്കണേ.
വരൂ ജോൺ, ഇനി ബാക്കിയുള്ള ചികിത്സ നിനക്ക് ഞാൻ ജയിലിനകത്ത് തരാം. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. അവിടെ നിൽക്കാൻ ചാർജ്. എന്റെ അമ്മ. ഓഹോ, ഇതെന്താ അത്ഭുതം. ഞാൻ ചിങ്കൻ സാറിന്റെ പോക്കറ്റിൽ നിന്നും പേഴ്സ് എടുത്തു, പക്ഷെ എന്റെ കണ്ണിൽ നിന്നും വെള്ളം വന്നില്ലല്ലോ. മോട്ടു പത്ലു, നിങ്ങൾ എന്നെ ഗുണപ്പെടുത്തി. താങ്ക് യു സോ മച്ച്. നന്ദി. ഇപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ ജയിലിലേക്ക് പോകാൻ തയ്യാറാണ്. മനസ്സിലായോ? ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിള്. അറിയാമല്ലോ, എംപോസിബിള്. മോട്ടോ, ഇവിടുന്ന് ഓടാൻ നമുക്ക്. അല്ലെങ്കിൽ ഇവരെല്ലാരും കൂടെ നമ്മുടെ അടുത്ത് ആ മരുന്ന് ചോദിച്ച് നമ്മുടെ ജീവൻ എടുക്കും. വേഗം വാ, പോകാം. Watch India's largest kids library only on Geo Hotstar. Download the app now.